ഹലോ ചിൽഡ്രൻ വെൽക്കം ടു teachenglish.com. ക്ലാസ് 9 അവസാനത്തെ യൂണിറ്റിലെ സോങ് ലെറ്റ് ഇറ്റ് ഗോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. നിങ്ങൾ കേൾക്കുന്ന ശബ്ദം AI വോയിസാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലില് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. Let's rewind and rejoice. 1. Why couldn't Elsa find any footprints? എന്തുകൊണ്ടാണ് എൽസയ്ക്ക് കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിയാഞ്ഞത്? The snow was fresh and untouched, showing she was in a place no one had been before. ആരും മുമ്പ് പോയിട്ടില്ലാത്ത ഒരു സ്ഥലമാണതെന്ന് കാണിക്കുന്ന വിധം പർവ്വതത്തിലുള്ള മഞ്ഞ് പുതുതായി വീണതും ആരും സ്പർശിക്കാത്തതുമായിരുന്നു. 2. Why is Elsa asked to conceal her feelings? എൽസയോട് തന്റെ വികാരങ്ങൾ മറച്ചുവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? She has magical powers that others fear, so she must hide them to protect herself and others. മറ്റുള്ളവർ ഭയപ്പെടുന്ന ചില മാന്ത്രിക ശക്തികൾ അവൾക്കുള്ളതിനാൽ തന്നെയും മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ അവൾ അവ മറച്ചുവെക്കണം. 3. What does she mean by let it go? ലെറ്റ് ഇറ്റ് ഗോ എന്നതുകൊണ്ട് അവൾ എന്താണ് അർത്ഥമാക്കുന്നത്? She means to break free from fear and embrace who she truly is. ഭയത്തിൽ നിന്ന് മുക്തയായി താൻ യഥാർത്ഥത്തിൽ ആരാണോ ആ വിധം തന്നെ അംഗീകരിക്കുക എന്നാണ് അവൾ അർത്ഥമാക്കുന്നത്. 4. Distance makes everything seem small. What does distance suggest? ദൂരം എല്ലാം ചെറുതായി തോന്നിക്കുന്നു. ദൂരം എന്താണ് സൂചിപ്പിക്കുന്നത്? It suggests stepping away from problems can make them feel less important. പ്രശ്നങ്ങളിൽ നിന്നകന്നു നിൽക്കുന്നത് അവ അപ്രധാനമായി തോന്നാൻ കാരണമാകുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 5. And one thought crystallized like an icy blast. What thought could this be? ഈ വരിയിൽ പരാമർശിക്കുന്ന ചിന്ത എന്തായിരിക്കാം? She realizes she will never go back to her old, restricted life. അവൾ ഒരിക്കലും തന്റെ പഴയ പരിമിതമായ ജീവിതത്തിലേക്ക് മടങ്ങില്ലെന്നതാണ് ആ ചിന്ത. 6. You'll never see me cry. ഞാൻ കരയുന്നത് നിങ്ങൾ ഒരിക്കലും കാണില്ല. Why doesn't Elsa want others to see her cry? എൽസ തന്റെ കരച്ചിൽ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? She wants to appear strong and independent, refusing to let others see her pain. തന്റെ വേദന പുറത്തു കാണിക്കാതെ മറ്റുള്ളവര് തന്നെ ശക്തയും സ്വതന്ത്രയുമായി കാണാൻ അവൾ ആഗ്രഹിക്കുന്നു. 7. How does Elsa wish to rise? എൽസ എങ്ങനെ ഉയരാനാഗ്രഹിക്കുന്നു? Like the break of dawn, symbolizing a new beginning filled with hope. പ്രതീക്ഷ നിറഞ്ഞ ഒരു പുതിയ തുടക്കത്തെ പ്രതീകപ്പെടുത്തുന്ന പുലരിയെപ്പോലെ ഉദിച്ചുയരാൻ അവൾ ആഗ്രഹിക്കുന്നു. 8. That perfect girl is gone. Who is the perfect girl referred to here? ആ പൂർണ്ണയുള്ള പെൺകുട്ടി പോയി. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പൂർണ്ണതയുള്ള പെൺകുട്ടി ആരാണ്? The perfect girl is her past self, who followed rules and hid her true nature. നിയമങ്ങൾ പാലിക്കുകയും തന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെക്കുകയും ചെയ്ത മുമ്പത്തെ എൽസയെയാണ് പൂർണ്ണതയുള്ള പെൺകുട്ടി എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്. Let's recall and recreate. 1. Does Let It Go portray Elsa dealing with her problems or running away? എൽസ തന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതോ അതോ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിപ്പോകുന്നതോ ഏതാണ് ലെറ്റ് ഇറ്റ് ഗോ യിൽ ചിത്രീകരിക്കുന്നത്? Elsa runs away to escape her fears. But she also learns to accept herself and her powers. ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എൽസ ഓടിപ്പോകുന്നു. എന്നാൽ പിന്നീട് അവൾ തന്നെയും തന്റെ ശക്തികളെയും അംഗീകരിക്കാൻ പഠിക്കുന്നു. 2. Does the song show problems caused by hiding who you are? നിങ്ങൾ ആരാണെന്ന് മറച്ചുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സോങ് കാണിക്കുന്നുണ്ടോ? Yes. Elsa hides her powers and feels lonely and afraid. Only when she accepts herself does she feel free. അതെ, എൽസ തന്റെ ശക്തികൾ മറച്ചുവെക്കുകയും ഏകാന്തതയും ഭയവും അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ സ്വയം അംഗീകരിക്കുമ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യം തോന്നുന്നു. 3. What happens if someone suppresses their true self? ആരെങ്കിലും അവരുടെ യഥാർത്ഥ സ്വഭാവം അടിച്ചമർത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? They may feel stressed and unhappy. Fear and loneliness can take over their life. അവർക്ക് സമ്മർദ്ദവും അസന്തുഷ്ടിയും തോന്നിയേക്കാം. ഭയവും ഏകാന്തതയും അവരുടെ ജീവിതം കീഴടക്കിയേക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.